Okay, so we are continuing over here. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് തൊറാസിക് അപ്പൻഡേജസിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് അപ്പൻഡേജസിനെ കുറിച്ചാണ് പറഞ്ഞത്. മാക്സിലിപ്പീഡ്, അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മാക്സിലിപ്പീഡ്, 3നും വെവ്വേറെ സ്ട്രക്ചറാണുള്ളത്. പിന്നത്തെ 5 എണ്ണത്തിനെ നമ്മൾ വാക്കിംഗ് ലെഗ്സ് അഥവാ പെരിയോപോഡ്സ് എന്ന് വിളിക്കുന്നു. ആ പെരിയോപോഡ്സിലെ ആദ്യത്തെ 3 എണ്ണത്തിന് സെയിം സ്ട്രക്ചറാണുള്ളത്. അതിനെ കീലേറ്റ് ലെഗ് എന്ന് നമ്മൾ വിളിക്കുന്നു. കീല ഉള്ള സ്ട്രക്ചേഴ്സ്. പെരിയോപോഡ്സിലെ ലാസ്റ്റ് 2 അപ്പൻഡേജസിനെ നമ്മൾ നോൺ കീലേറ്റ് അപ്പൻഡേജസ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കീല ഇല്ല, അവസാനത്തെ ആ പ്രോട്ടോപൊഡൈറ്റിൻ്റെ ബേസിൽ വൈ ഷേപ്പുള്ള എപ്പിപ്പൊഡൈറ്റ് ആബ്സെൻ്റ് ആണ്. We are moving further on to the abdominal appendages. Abdominal appendages 6 എണ്ണമാണുള്ളത്. സ്വിമ്മിങ്ങിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. അതുകൊണ്ട് അതിനെ പ്ലിയോപോഡ്സ് അല്ലെങ്കിൽ സ്വിമ്മറിറ്റ്സ് എന്ന് കൂടി അതിനെ വിളിക്കുന്നുണ്ട്. ഈ അബ്ഡോമിനൽ അപ്പൻഡേജ് 6 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 6 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ സ്ട്രക്ചറും അവസാനത്തെ സ്ട്രക്ചറിനും വ്യത്യാസങ്ങളുണ്ട്. ബാക്കിയത്തെ 4 എണ്ണം, ദാറ്റ് ഈസ് abdominal appendage 2, 3, 4, 5. 2 to 5 സെയിം സ്ട്രക്ചറാണ്. നമ്മൾ ടിപ്പിക്കൽ അപ്പൻഡേജിൻ്റെ സ്ട്രക്ചർ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് അബ്ഡോമിനൽ അപ്പൻഡേജസ് ഫ്രം 2 to 5 ഇരിക്കുന്നത്. ലാസ്റ്റ് അപ്പൻഡേജിനെ നമ്മൾ അഥവാ 6th അബ്ഡോമിനൽ അപ്പൻഡേജ് നമ്മൾ യൂറോപോഡ് എന്ന് നമ്മൾ പറയുന്നു. ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ് ആണ് സെക്സ് ഡിറ്റർമിനേഷന് സഹായിക്കുന്നത്. അതായത് മെയിൽ പ്രോണിലും ഫീമെയിൽ പ്രോണിലും അത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് അബ്ഡോമിനൽ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് ടിപ്പിക്കൽ അപ്പൻഡേജിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അബ്ഡോമിനൽ അപ്പൻഡേജസ് ഫ്രം 2 to 5 ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുന്നത്. അതിനൊരു ബേസൽ പാർട്ടുണ്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 റീജിയൻ. എന്തൊക്കെയായിരുന്നു? കോക്സ, ബേസിസ്, അതിൻ്റെ മുകളിലിട്ട് 2 കുറച്ച് സ്ലെൻഡർ ആയിട്ടുള്ള എക്സോപ്പൊഡൈറ്റ് ആൻഡ് എൻഡോപ്പൊഡൈറ്റ്. എക്സോപ്പൊഡൈറ്റ് വിൽ ബി ബിഗർ. ഇനി ലാസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ് എന്ന് നമ്മൾ കൂട്ടുന്ന ഇത് ഈ പറഞ്ഞ യൂറോപോഡിനാണ്. യൂറോപോഡിൻ്റെ സ്ട്രക്ചർ അഗൈൻ ഇതിനൊരു ബേസൽ പാർട്ടുണ്ട്, ഒരു ബ്ലോക്ക് പോലത്തെ ഒരു ബേസൽ പ്രോട്ടോപൊഡൈറ്റ് ഉണ്ട്. പ്രോട്ടോപൊഡൈറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് റൈസ് ചെയ്യുന്ന 2 ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഏകദേശം ഒരു പങ്കായം പോലെ ഇച്ചിരി ബ്രോഡായിട്ടിരിക്കുന്ന 2 സ്ട്രക്ചേഴ്സാണ്. അതിൽ ബിഗർ വൺ ഇസ് കോൾഡ് എക്സോപ്പൊഡൈറ്റ് ആൻഡ് സ്മോളർ വൺ ഇസ് എൻഡോപ്പൊഡൈറ്റ്. അതാണ് യൂറോപോഡ്. യൂറോപോഡ് എന്ന് പറയുന്നത് എന്താണ്? 6th അബ്ഡോമിനൽ അപ്പൻഡേജിനെയാണ് യൂറോപോഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ സ്പെസിഫിക് ആയിട്ടുള്ള അപ്പൻഡേജസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏത് പൊസിഷനിലായിരിക്കുന്നത്? ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ് ആണ് മെയിലിലും ഫീമെയിലിനും വെവ്വേറെ ആയിട്ടിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽസ് അതിന് പ്രോട്ടോപൊഡൈറ്റ് ഉണ്ട്, ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന പ്രോട്ടോപൊഡൈറ്റ് ഉണ്ട്. അതിന് ഈ പറഞ്ഞ കോക്സിയം ബേസിസും ഒക്കെ ഉണ്ട്, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഈ ഫീമെയിലിൻ്റെ എൻഡോപ്പൊഡൈറ്റ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. എക്സോപ്പൊഡൈറ്റ് ഇച്ചിരി കൂടെ ഡെവലപ്ഡ് ആണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ടിപ്പിക്കൽ അപ്പൻഡേജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എൻഡോപ്പൊഡൈറ്റ് ഇച്ചിരി കൊച്ചിതാണ്. ആ രീതിയിലാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 സൈഡിലും ഇതുപോലെ എക്സോപ്പൊഡൈറ്റും എൻഡോപ്പൊഡൈറ്റും ഉണ്ട്. അങ്ങനെയാണ് അതിരിക്കുന്നത്. ഇനി മെയിലിൻ്റെ സ്ട്രക്ചർ നോക്കിയാലോ, അതിനും പ്രോട്ടോപ്പൊഡൈറ്റൊക്കെ ടിപ്പിക്കൽ അപ്പൻഡേജ് പോലെ തന്നെ ഒരു ബ്ലോക്ക് പോലത്തെ അതിന് കോക്സ ബേസിസ് ഒക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ എക്സോപ്പൊഡൈറ്റ് നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ തന്നെയാണ്. എൻഡോപ്പൊഡൈറ്റിനാണ് പെക്യുലാരിറ്റി വരുന്നത്. എൻഡോപ്പൊഡൈറ്റ് ഹുക്കുള്ളൊരു സംഭവമാണ്, മെംബ്രേനിയസുമാണ്. അതായത് മെംബ്രേനിയസ് സ്ട്രക്ചറുമാണ്. സീറ്റോസ് ഹെറണ്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സീലിയ പോലത്തെ സ്ട്രക്ചറൊക്കെ ഉണ്ട്. കൂടാണ്ട് ഈ എൻഡോപ്പൊഡൈറ്റ് എന്ന് പറഞ്ഞ ഈ കുഞ്ഞ് സ്ട്രക്ചർ ഹുക്കുണ്ട്. അതായത് ഒരു സൈഡിലെ എൻഡോപ്പൊഡൈറ്റ് മറ്റേ സൈഡിലെ എൻഡോപ്പൊഡൈറ്റായിട്ട് കൊളുത്തിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. കൊളുത്തിപ്പിടിച്ച് ഇറ്റ് ഫോംസ് ഒരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചർ അത് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കനാൽ പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് പെറ്റാസ്മ എന്ന് വിളിക്കുന്നത്. 2 സൈഡിലെ
പ്രോണിൻ്റെ രണ്ട് സൈഡിലെ അപ്പൻഡേജിൻ്റെ എൻഡോപൊഡൈറ്റ്സ് ഒരുമിച്ച് ചേർന്ന് ഹുക്ക് ചെയ്ത് അതൊരു കനാൽ പോലെ ട്യൂബ് പോലെ ഫോം ചെയ്യുന്ന ആ റീജിയനെയാണ് പെറ്റാസ്മ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ പെറ്റാസ്മയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പേം ട്രാൻസ്ഫർ ചെയ്യാൻ, ഫീമെയിലിലേക്ക് മേറ്റിംഗ് ടൈമിൽ സ്പേം ട്രാൻസ്ഫർ ചെയ്യുന്നത് പെറ്റാസ്മ വഴിയാണ്. മെയിലിൻ്റെ സ്പേം ഈ പെറ്റാസ്മ എന്ന ട്യൂബ് വഴിയാണ് ഫീമെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫീമെയിലിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫീമെയിലിന് ഒരു കപ്പ് പോലത്തെ ഒരു കുഴി അതിൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ട്. ഏത് ഭാഗത്താണെന്ന് അറിയോ? അതിൻ്റെ ലാസ്റ്റ് തൊറാസിക്. ഈ പറഞ്ഞ സ്ട്രക്ചർ എവിടെ ഇരിക്കുന്നത്? മെയിലിൻ്റെ ഈ തെലിക്ക എവിടെ ഇരിക്കുന്നത്? അതിൻ്റെ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെൻറ്റിലായിരിക്കുന്നത് അല്ലേ. ലെറ്റ് മീ ജസ്റ്റ് ഗോ ബാക്ക്. ഇവിടം തൊട്ട് അബ്ഡോമിനൽ തുടങ്ങുന്നത് അല്ലേ. ഇവിടം തൊട്ട് അബ്ഡോമിനൽ തുടങ്ങുന്നത്. ഈ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെൻറ്റിൻ്റെ ഈ താഴെ ഭാഗത്താണ് മെയിൽ പ്രോണ നമ്മൾ എടുക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്താണ് എന്തിരിക്കുന്നത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പെറ്റാസ്മ, സ്പേമിനെ കടത്തിവിടുന്ന ഈ പെറ്റാസ്മ എന്ന ആ ഒരു ട്യൂബ് വഴിയാണ് സ്പേം പുറത്തേക്ക് വരുന്നത്. അതിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതെങ്ങോട്ടാണ് കയറ്റിവിടുന്നത്? ഇതിന് തൊട്ട് മുന്നേ ഉള്ള റീജിയണിൽ ഫീമെയിൽസിൽ ഈ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെൻറ്റിന് തൊട്ട് മുന്നുള്ള റീജിയൻ, ദാറ്റ് മീൻസ് വാട്ട്, ലാസ്റ്റ് തൊറാസിക് സെഗ്മെൻറ്റിൻ്റെ വെൻട്രൽ പാർട്ടിൽ, അതിൻ്റെ ആ സ്റ്റേണം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ആ സ്റ്റേണത്തിൻ്റെ അവിടെ നിന്നൊരു ഔട്ട് ഗ്രോത്ത് ആയിട്ട് ലാസ്റ്റ് തൊറാസിക് സെഗ്മെൻറ്റിൻ്റെ വെൻട്രൽ പാർട്ടിൽ സ്റ്റേണത്തിൻ്റെ അവിടെ നിന്നൊരു പുറത്തേക്കുള്ളൊരു ഗ്രോത്ത് ആയിട്ടൊരു കപ്പ് പോലത്തെ ഒരു കുഴി കാണാം. ആ കുഴിയിലേക്കാണ് മെയിൽ പ്രോണിൻ്റെ പെറ്റാസ്മ വഴി, ഈ അപ്പൻഡേജിലിരിക്കുന്ന പെറ്റാസ്മ വഴി ഫീമെയിലിൻ്റെ തെലീക്കം, ആ കപ്പ് പോലത്തെ ഡിപ്രഷനെയാണ് തെലീക്കം എന്ന് വിളിക്കുന്നത്. എന്താണ് തെലീക്കം? തെലീക്കമിലേക്ക് സ്പേം ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണ് മേറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സെഗ്മെൻറ്റ് അതും ഒന്ന് കാണിച്ച് വിട്ടേക്കാം. സോറി, നമ്മൾ ടെൽസൺ എന്ന് പറഞ്ഞതാണ്. ലാസ്റ്റ് സെഗ്മെൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പോസ്റ്റീരിയർ പാർട്ട്, ഒരു സ്പൈൻ പോലത്തെ പാർട്ട് ടെൽസൺ, അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൻഡേജസ് ഒന്നും ഇല്ല. ഈ ലാസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെൻറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യണ അപ്പൻഡേജാണ് യൂറോപോഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രോണിൻ്റെ അവിടെ ഒരു അബ്ഡോമിനൽ അപ്പൻഡേജ് കഴിഞ്ഞിട്ട് ഒരു റീജിയൻ ഉണ്ട്, അതാണ് ടെൽസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി സ്റ്റഡീഡ് ദ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. ആ സെഗ്മെൻറ്റ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് അപ്പൻഡേജസിനെ കുറിച്ചും അതിൻ്റെ പെക്യുലാരിറ്റീസിനെ കുറിച്ചുമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിയത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് നമുക്ക് ഈ സെയിം തിങ് പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്യാനുണ്ട്. പ്രോണിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മാക്സിലിപ്പീഡിനെ, ഫസ്റ്റ് മാക്സിലിപ്പീഡിനെ എടുത്ത് സ്പോട്ടറായിട്ട് വെക്കാൻ, മൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കീലേറ്റ് ലെഗും ഒരു ആൻറ്റിനെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് കീലേറ്റ് ലെഗാണ്, ഇത് ആൻറ്റിനെയാണെന്ന് കണ്ട് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് നോട്ട് എഴുതാൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. സോ യു ഷുഡ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡിസ്കസ്ഡ് ഇൻ ടുഡേയ്സ് ക്ലാസ്. Hope you understood. If you have some doubts, please feel free to contact me. Okay, thank you.